റവന്യൂ മന്ത്രിയായ ഗൗരിയമ്മയെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ അവസാനത്തെ ഒരാഗ്രഹമാണ് എന്റെ ജില്ല. ആ ജില്ല നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് ഹൃദയസ്പൃക്കായ ഭാഷയിൽ അഹമ്മദ് ഗുരുക്കൾ ആവശ്യപ്പെട്ടത്. ആ ജില്ല അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ജില്ല കിട്ടുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ സ്ഥിതി എന്താ? അന്ന് 14 ഹൈസ്കൂളാണ് ഈ ജില്ലയിലുള്ളത്. പൊന്നാനി, പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂർ 4 താലൂക്ക് ഉൾക്കൊള്ളുന്നതാണല്ലോ ഈ ജില്ല. ഈ 4 താലൂക്കിൽ 14 ഹൈസ്കൂളാണ്. മഞ്ചേരിയിൽ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞാൽ മറ്റൊരു ഹൈസ്കൂൾ കാണാൻ നമ്മൾ മലപ്പുറത്തെത്തണം. ഇപ്പൊ ഇരുമ്പുളിയിലും അതുപോലെ തന്നെ അദ്വൈതുള്ള പറഞ്ഞ മാതിരി ഇവിടെ പന്തല്ലൂരിലും ഹൈസ്കൂളുണ്ട്. ആനക്കയം പഞ്ചായത്തിൽ 2 ഹൈസ്കൂളുണ്ട്. 14 ഹൈസ്കൂൾ ഉണ്ടായിരുന്ന ഈ ജില്ലയിൽ കൃത്യമായി പറഞ്ഞാൽ 189 ഹൈസ്കൂളുണ്ട്. ഈ ഹൈസ്കൂളുകൾ അനുവദിച്ചത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. ഒന്നുകിൽ CH, അല്ലെങ്കിൽ ചാക്കീരി, അതല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ, അതല്ലെങ്കിൽ നാലകത്ത് സൂപ്പി. ഞങ്ങൾ നൽകാത്ത ഒരു ഹൈസ്കൂൾ ഇവിടെ പുതുതായി വന്നിട്ടില്ല. ഈ ഹൈസ്കൂളുകളൊക്കെ ഈ രാജ്യത്ത് സ്ഥാപിക്കപ്പെടുമ്പോ മുസ്ലിം ലീഗ് ഈ പിന്നോക്ക ജില്ലയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുന്നേറ്റം തന്നെയാണത്. 14 ഹൈസ്കൂള്, 62 UP സ്കൂൾ, 126 LP സ്കൂൾ, 3.5 കോളേജ്. അതാണ് ഈ ജില്ല വരുമ്പോ. 3.5 കോളേജ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് അര കോളേജ് നിങ്ങൾ ചോദിക്കും. അര കോളേജ് എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജിന്റെ പകുതി ഭാഗം മലപ്പുറം ജില്ലയിലും പകുതി ഭാഗം കോഴിക്കോട് ജില്ലയിലാണ്. കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലൊക്കെ മലപ്പുറം ജില്ലയിലും കുട്ടികൾ പഠിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിലും. എന്നാൽ ഇന്ന് 20 കോളേജ് ഉണ്ട് നമ്മുടെ ജില്ലയിൽ. 20 കോളേജ്. ഒരൊറ്റ ഗവൺമെന്റ് കോളേജ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെരിന്തൽമണ്ണയിൽ ഗവൺമെന്റ് കോളേജാണ്, മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജാണ്, തിരൂരിൽ ഗവൺമെന്റ് കോളേജാണ്. ആ ഗവൺമെന്റ് കോളേജുകളൊക്കെ നൽകിയത് നമ്മളാണ്. തിരൂർ കോളേജ് നൽകിയതും മലപ്പുറം കോളേജ് നൽകിയതും പെരിന്തൽമണ്ണ കോളേജ് നൽകിയതും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. അത് മാത്രമാണോ നമ്മൾ ഈ രാജ്യത്ത് വരുത്തിയ പരിവർത്തനങ്ങൾ? നിങ്ങൾ പരിശോധിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്ത് 33 രൂപ ശമ്പളത്തിന് പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന അറബി അധ്യാപകരെ ഭാഷാ അധ്യാപകരായി അംഗീകരിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് CH മുഹമ്മദ് കോയ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്നൊരു അറബി അധ്യാപകൻ വാങ്ങുന്ന ശമ്പളം എത്രയെന്ന് ഈ സദസ്സിലുണ്ടാകും. അവരോട് ചോദിക്കും. 10 കൊല്ലം സർവീസുള്ളവർ അറബി അധ്യാപകൻ വാങ്ങുന്ന ശമ്പളം എത്രയാണെന്ന് അവനോട് ചോദിച്ചാൽ അറിയാം. 33 രൂപ പാർട്ട് ടൈം, ഒരാഴ്ചയിൽ 3 ദിവസം ജോലി, അല്ലേ? ഇന്ന് അത് മാറി. അവരൊക്കെ ഭാഷാധ്യാപകരായി അംഗീകരിക്കപ്പെട്ടു. അത് മാത്രമാണോ? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. എവിടെ മുതൽ? UP സ്കൂൾ മുതൽ പ്രീ ഡിഗ്രി എന്നതിന് പകരം ഇപ്പൊ +2 പാസ്സാകുന്നത് വരെ ആ ആനുകൂല്യം അറബി കോളേജിലെ പെൺകുട്ടികൾക്കുണ്ട്. അറബി കോളേജിൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നതിന് വേണ്ടി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ 14 അറബി കോളേജ് ഉണ്ട്. ആ 14 അറബി കോളേജിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ എന്ന് മാത്രം പറയണ്ട, ആ അറബി കോളേജിൽ മുസ്ലിംകൾ തന്നെ പഠിക്കണുള്ളൂ. മറ്റു പെൺകുട്ടികൾ അവിടെ വരുന്നില്ലല്ലോ. അത് മാത്രമല്ല, ആ അറബി കോളേജിലെ അധ്യാപകന്മാർക്ക് ഡയറക്റ്റ് പേയ്മെന്റ്, നേരിട്ട് ശമ്പളം കൊടുക്കുന്നു ഗവൺമെന്റിന്റെ ഖജാനയിൽ നിന്ന്. ഇത്രയാണ് അവർ വാങ്ങുന്ന ശമ്പളം. അത് പറയുമ്പോ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർക്കൊക്കെ വിഷമമുണ്ടാവും. കാരണം ഇവർ ഒരു കൊല്ലം പണിയെടുക്കുന്നതിന് ഒരു അധ്യാപകൻ 1 മാസം പണിയെടുത്താൽ മതി. പള്ളിയിൽ പണിയെടുക്കുന്നവൻ 1 കൊല്ലം എടുത്താൽ അവിടെ എത്തൂല. അത് മാത്രമല്ല, അവന് പെൻഷനുണ്ട്. ഗവൺമെന്റ് ശമ്പളം ഈ രാജ്യത്തെ എല്ലാ സമുദായക്കാരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അറബി കോളേജിൽ അധ്യാപകൻ ശമ്പളം വാങ്ങുന്നത്. കോളേജിൽ അധ്യാപകൻ മാത്രമല്ല, അനധ്യാപകരും, നോൺ ടീച്ചിങ് സ്റ്റാഫ്. അത് മാത്രമല്ല, ആ അറബി കോളേജിന് ഗ്രാന്റും കൊടുക്കുന്നുണ്ട്. ഈ തത്വം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ലീഗ. അപ്പൊ നമ്മളുടെ ബഹുമാനപ്പെട്ട KT മാൻ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ദാറുന്റെ ജാത്ത് എത്തീങ്കാനയുണ്ടല്ലോ കരുവാരക്കുണ്ട്, അവിടെയുണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കോളേജ്. ബഹുമാനപ്പെട്ട UK അബ്ദുൽ ലത്തീഫ് മൗലവി നേതൃത്വം നൽകുന്ന ചേന്നമംഗല്ലൂരിലെ സുന്നിയ അറബി കോളേജ്, അതിനും കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതൊക്കെ ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യം. ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയമായി കാണണ്ട. പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മുന്നോക്കം കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നടപടിയാണെന്ന നിലക്ക് മാത്രമാണ് നമ്മൾ ആ കാര്യം ചെയ്തത്. അത് മാത്രമല്ല, നമ്മളിവിടെ സംസ്കൃതത്തിൽ യൂണിവേഴ്സിറ്റി, അത് മുസ്ലിം ലീഗിന്റെ നേട്ടം. സംസ്കൃത യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങളല്ലാത്ത പലരും വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ജോസഫ് മുണ്ടശ്ശേരി മുതൽ ഇ.ടി. മുഹമ്മദ് ബഷീർ വരെയുള്ള കാലഘട്ടങ്ങളിലെ മന്ത്രിമാരുടെ പരിശോധിച്ചാൽ CH മുഹമ്മദ് കോയ സാഹിബിനെയും ചാക്കീരിയെയും മാറ്റി നിർത്തിയാൽ മറ്റുള്ളതൊക്കെ അമുസ്ലിങ്ങളായ വിദ്യാഭ്യാസ മന്ത്രിമാർ. പക്ഷെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ സംസ്കൃത കോളേജ്, നമ്മളാ കൊടുത്തത്. ഇപ്പൊ ഇവിടെ ഉബൈദുള്ള പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും നല്ല റോഡ് ഏതാ പറയുക നിങ്ങൾ? ശബരിമല റോഡാ.